അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗ്രേസ് കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഞാൻ ഡിപ്ലോമ കൗൺസിലിംഗ് ഒക്കെ പഠിച്ച നമ്മുടെ കായംകുളത്തുള്ള ഒരു കൗൺസിലിംഗ് സെൻ്ററാണ്. ഇന്ന് ഇവിടുത്തെ വാർഷികവും ഇവിടെ ഇപ്പോൾ നിലവിൽ കോഴ്സ് കംപ്ലീറ്റ് ആയ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ്. അപ്പോൾ എന്തായാലും ടീച്ചർ എന്നെ സ്ഥിരം വിളിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുന്ന ഗ്രേസി അമ്മ ടീച്ചർ എന്നെ ഇതിനായിട്ട് ക്ഷണിക്കുകയും, അപ്പോൾ ഇന്ന് എനിക്ക് ശിവരാത്രി ആണെങ്കിലും എനിക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു, എനിക്ക് വൈകിട്ട് നാടകമുണ്ട്. എന്തായാലും ടീച്ചർ എന്നെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ വരാൻ ഉറപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേസ് അമ്മ ടീച്ചർ ഇവിടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കൗൺസിലിംഗ് പരമായിട്ടുള്ള ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ്, എൻ്റെ BA സൈക്കോളജിയുടെ ഇൻറ്റേൺഷിപ്പ് ഞാൻ ചെയ്തത് ഈ സെൻറ്ററിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള MSW സൈക്കോളജി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സെൻറ്ററിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടീച്ചർ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ കുറേ പുസ്തകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 ഞാൻ കാണിക്കാം. സെക്ഷൽ അബ്യൂസ് ആൻഡ് കൗൺസിലിംഗ് ഓഫ് വിക്ടിംസ് വിത്ത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതേപോലെ തന്നെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാർ. ഇത് ടീച്ചർ എനിക്ക് സമ്മാനിച്ചൊരു പുസ്തകം കൂടിയാണ്. ടീച്ചർ പെന്തക്കോസ്ത് വിശ്വാസിയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾക്കിടയിൽ മിക്കപ്പോഴും ഇതേപോലെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള ടീച്ചറിൻ്റെ ജീവിതവും വെല്ലുവിളി എന്ന ടീച്ചർ കോവിഡ് കാലത്ത് എഴുതിയ പുസ്തകമാണ്. ഞാൻ പുസ്തകം തുറന്നപ്പോഴത്തേക്കും കണ്ട അതിമനോഹരമായിട്ടുള്ളൊരു റൈറ്റിംഗാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ് ദിസ് ടു ഷാൾ പാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് സാമ്യമായിട്ടുള്ളൊരു റൈറ്റിംഗ് ആണ് ഇതെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ കുറേ സ്കൂളിലെ കുട്ടികളും മാതാപിതാക്കളും എല്ലാം ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നില്ല. പാർട്ട് 2 ഇന്നത്തെ ദിവസത്തെ നാടകവും കാര്യങ്ങളും എല്ലാം ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്.